നമ്മുടെ ബ്രോ ക്യാമ്പ് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ശത്രുക്കൾ കൂടുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പ്രോട്ടോടൈപ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളരാന്ന് പറയുമ്പോഴേ നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയേ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ പ്ലേസ്മെന്റിന്റെ കൗണ്ടൊക്കെ 500 പേരായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 500 ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ 567 പേരായിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ വർഷം നമ്മൾ 3000 പേരെ ബ്രോ ക്യാമ്പിലൂടെ പ്ലേസ്മെന്റിലോട്ട് കൊണ്ടുവരും. അതും 5 ലാക്ക് ആവറേജ് സാലറിയിൽ. ഇത് ഈ വെറുതെ കുറ്റം പറഞ്ഞ ആൾക്കാർ എന്തെങ്കിലും പറയുന്ന പോലല്ല, നമ്പേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ ജോലിയിലോട്ട് കയറുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതുവരെ 567 പേര് ജോബിലോട്ട് കയറി എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് പറയണേ 5 ലാക്ക് LPA 5 ലക്ഷം രൂപ ആനുവൽ സാലറി ആവറേജിൽ നമുക്ക് 567 പേര് ആൾക്കാരെ എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ഈ വർഷത്തോട് 3000 ഹിറ്റ് ചെയ്യും. അപ്പൊ കുറ്റം പറയുന്നവരും വിഷമം പറയുന്നവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഇവിടെ കുറെ പേർക്ക് ജോലി കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഞാനിന്ന് വന്നത് ഈ ഫാക്റ്റുകളൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അതായത് നമ്മുടെ ബ്രോ ക്യാമ്പ് പ്രോഗ്രാം റിമോട്ടായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര്, അതായത് കൂടുതലും ഇങ്ങനെ ചോദിച്ചു വരുന്നത് വിദേശത്തുള്ള ആൾക്കാരാണ്. സ്പൗസായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യാണ്, വൈഫ് അവിടെ പോകുന്നു, അല്ലെ വൈഫ് വർക്ക് ചെയ്യാണ്, അവരെ സ്പൗസായിട്ട് ഹസ്ബൻഡ് പോവുക, അങ്ങനെ ആ രീതിയിൽ വിദേശത്ത് പോകുന്ന ആൾക്കാർ കോഡിങ് പഠിക്കാൻ എന്താ ചെയ്യുക, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് തിരിച്ചു പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഞങ്ങൾ അവിടെ കോവർക്കിംഗ് സ്പേസിൽ വേണേൽ പോയിരിക്കാം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവരെ, അതായത് ഇങ്ങനെ ഇവിടെ വന്ന് ഹബ്ബുകളിൽ വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഹബ്ബുകളിൽ വന്നിരുന്ന് ഓഫ്ലൈനിൽ പഠിക്കുമ്പോൾ P2P പ്രഷറും P2P ലേണിങ്ങിൻ്റെ ഒരു ഗുണവും, അതേപോലെ ഒരുപാട് കാര്യം നമ്മൾ സോഷ്യൽ പ്രഷർ, പീർ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി സെൽഫ് ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹബ്ബിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹബ്ബെ റെക്കമെൻഡ് ചെയ്യുള്ളൂ, ഹബ്ബിൽ വന്ന് ഓഫ്ലൈനായിട്ട് ഇരുന്ന് പഠിക്കുന്ന റെക്കമെൻഡ് ചെയ്യുള്ളൂ. എന്നാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോ ക്യാമ്പ് റിമോട്ട് പ്രോഗ്രാമും കൂടെ അനൗൺസ് ചെയ്യണം. ഇത് വിദേശികൾക്ക് മാത്രമല്ല, നാട്ടിലുള്ളവർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ഹബ്ബുകളിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള കോവർക്കിംഗ് സ്പേസുകളിലോ അടുത്തുള്ള ഓഫീസുകളിലോ പോയിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ബ്രോ ക്യാമ്പ് റിമോട്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ ഒരു ഫാക്റ്റ് ഉണ്ട്. ഓൺലൈൻ കോഴ്സുകളുടെ കംപ്ലീഷൻ റേറ്റ് 5% ആണ്. 5% 6% ഒക്കെയാണ് വരുന്നത്. അതായത് 100 പേര് ഒരു ഓൺലൈൻ പ്രോഗ്രാം എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ 5 to 6% ആൾക്കാർ അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാർ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഭയങ്കര കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു വർക്ക് സ്റ്റേഷൻ, അതായത് വീട്ടിലെ റൂമിലാണെങ്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള കോവർക്കിംഗ് സ്പേസിലാണെങ്കിലോ ഒരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യണം. വർക്ക് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നല്ല ചെയർ, അതായത് ഈവനിങ് വരെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ചെയറും ഫെസിലിറ്റിയും കാര്യങ്ങളും, ആ ടേബിളും, ഒരു കമ്പ്യൂട്ടർ ടേബിൾ നിങ്ങൾക്ക് അറിയാലോ, ആ രീതിയിലൊരു ഫെസിലിറ്റി ഫുള്ള് സെറ്റ് ചെയ്യണം നിങ്ങൾ. അല്ലാതെ വീട്ടിലിരുന്ന് ബെഡിലിരുന്ന് വർക്ക് ചെയ്യുക, അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെയൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ ഫുൾ ടൈം പ്രോഗ്രാം തന്നെയാണ്. മിനിമം ഡെയിലി 8 hours കമ്മിറ്റ്മെന്റ് വേണം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സിസ്റ്റമാണോ ആ സിസ്റ്റത്തിൽ നമ്മളെ ടൂളും ഉണ്ടാവും, നിങ്ങളെ മോണിറ്ററും ചെയ്യും. ആ 8 മണിക്കൂർ മിനിമം നിങ്ങൾ വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് നിങ്ങളെ മോണിറ്റർ ചെയ്തിരിക്കും. ഈ 8 hours എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ വർക്ക് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കോളിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് സ്റ്റേഷൻ നിങ്ങൾ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ആ അക്കൗണ്ടബിലിറ്റി, അതായത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്യല്ല, ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്, ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷേ ഡെയിലി ഒരു 8 hours നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വേണം. നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ബ്രോ ക്യാമ്പിലെ സ്റ്റുഡൻസ് ഒരു 12 to 16 hours ഡെയിലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഓഫ്ലൈൻ ക്യാമ്പസ് പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുമ്പോൾ അതേ ഇന്റൻസിറ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ് ഏറ്റവും നല്ലത്. അത്രയും സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ, അത്രയും കൂടുതൽ ബഗ്ഗുകൾ ഫിക്സ് ചെയ്യുമ്പോൾ, അത്രയും കൂടുതൽ റിസർച്ചിലോട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ സ്കില്ല് കൂടുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കോഡിംഗ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ഹൈങ്കർ സ്കില്ലാണ്. ഹൈങ്കർ സ്കില്ല് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതോറും നിങ്ങളുടെ നോളജ് ലെവലാണ് കൂടുക. അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ഹൈങ്കർ സ്കില്ലിൽ മാസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. എന്നാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 8 hours എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കൊരു 7 months കൊണ്ട്, ബ്രോ ക്യാമ്പിലെ പ്രോഗ്രാം ഓൾറെഡി 6 months 7 months ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7 months ബ്രോ ക്യാമ്പിൽ എന്ത് ടാസ്ക് ആണോ വരുന്നത്, നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ എന്ത് ടാസ്ക് ആണോ വരുന്നത്, അത് എക്സാക്റ്റ് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന മോഡൽ തന്നെ. എന്നാൽ ബ്രോ ക്യാമ്പിലുള്ള പോലെ തന്നെ സ്ട്രിക്റ്റ് അക്കൗണ്ടബിലിറ്റി ആണ്. അതായത് ഈ ഒരു സമയവും നിങ്ങളുടെ ഡെസ്കും നിങ്ങൾ വർക്ക് സ്റ്റേഷൻസും ഈ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ആ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അത്രയും വർക്ക് പ്രഷർ ഉണ്ടാവും. അത്രയും വർക്ക് പ്രഷർ ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾ പ്രൊഫൈൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ടാസ്കിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഫുമിഗേഷനും മറ്റെല്ലാ റൗണ്ടും കാര്യങ്ങളെല്ലാം അതുപോലെ ആയിരിക്കും. അവസാനം ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ, അതായത് ഫിനിഷ് ആകുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂ ചോദിക്കാൻ പറ്റുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന രീതിയിൽ ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാവണം. അത് പാസ്സായില്ലെങ്കിൽ അതിന് വീണ്ടും ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ എടുത്ത് നിങ്ങളെ ഫിനിഷ് ലൈനിലോട്ട് എത്തിക്കും. നിങ്ങളെ റെസ്യൂമും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ സൂപ്പർ പ്രൊഫൈലാക്കി മാറ്റി നിങ്ങളെ ജോബിലോട്ട് എത്തിച്ചിട്ട് മാത്രം ഫീ പേ ചെയ്യുന്ന മോഡലും കൂടിയാണ്. നിങ്ങളെ വീക്കിലി റിവ്യൂ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് തന്നെ ആയിരിക്കും. നമ്മളെ അഡ്വൈസേഴ്സും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും ഒക്കെയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വീക്കിലി ഉണ്ടാവും. അതെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മൾ പ്രോഗ്രാമിലുള്ള പോലെ തന്നെ ഇനീഷ്യൽ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് നിങ്ങൾ പഠിക്കുകയോ നിങ്ങളിരുന്ന് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഡെഡിക്കേഷനെ ബേസ് ചെയ്തുള്ള കാര്യമാണ്. അപ്പോൾ ഓഫ്ലൈൻ പ്രോഗ്രാം പോലുള്ള കോഷൻ ഡെപ്പോസിറ്റ് 10,000 അല്ല 15,000 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ്. പിന്നെ ഫീയുടെ കേസ് നമ്മൾ പണ്ട് 15% വെച്ചിട്ട് 24 മന്ത്സിലായിരുന്നു പ്രോഗ്രാമിൻ്റെ ഫീസ്. അതെല്ലാത്തിനും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല സാലറി മേടിക്കാൻ പ്രോഗ്രാമിൽ പറ്റൂല. അതായത് നല്ല സാലറി മേടിക്കാൻ പറ്റുക വെച്ചാൽ നല്ല സാലറി മേടിക്കുന്നവൻ കൂടുതൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട മോഡലാണല്ലോ. അതായത് ഇപ്പോൾ 6 lakh അടയ്ക്കേണ്ടവൻ അടയ്ക്കുന്നതിനേക്കാളും കൂടുതൽ 8 lakh rupees സാലറി മേടിക്കുന്നവൻ അടയ്ക്കേണ്ടി വരും. അത് 10 lakh ആയി കഴിഞ്ഞാൽ അവൻ കൂടുതൽ സംഖ്യ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൂടുതൽ സാലറി മേടിക്കുന്നവൻ വലിയ ഫീസ് അടയ്ക്കുന്ന അവസ്ഥയിലോട്ടാണ് നമ്മളെ ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. അത് അവർക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന പോലെ. അപ്പോൾ ആ സ്ട്രക്ചർ മാറ്റിയിട്ട് നമ്മളിപ്പോൾ മേടിക്കുന്ന ആവറേജ് സാലറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മന്ത്ലി പേയ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പല ചാനലിലും വീഡിയോസിൽ പറഞ്ഞ പോലെ 2 ലക്ഷം അതിൻ്റെ മുകളിലുള്ള സംഖ്യ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയൊന്നുമില്ല. അപ്പോൾ അത് ആവറേജ് സാലറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ താഴെയുള്ള ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വിളിച്ച് അന്വേഷിക്കുക. അതേപോലെ നമ്മുടെ പ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ കാണിക്കുന്ന എക്സാക്റ്റ് എമൗണ്ട് ഒന്നുമല്ല, അത് തന്നെ പല രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അപ്രൻ്റ് ആയിട്ട് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്കൗണ്ട്, ആ ഫീസിൻ്റെ ഒരു 40% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ അങ്ങനെ പല രീതിയിൽ ഒരു 24 മന്ത്സിന് പകരം 12 മാസം കൊണ്ട് അടിക്കുമ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട് ഉണ്ട്. ഒറ്റയടിക്ക് ജോലി കിട്ടിയിട്ട് അടിക്കുകയാണെങ്കിൽ വേറെ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ കുറേ ഫീസ് സ്ട്രക്ചർ, ഒരു 5-8 ടൈപ്പ് ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പേയ്മെൻറ്റ് ആവുന്നുള്ള പേടിയില്ല. എന്നാൽ ആവറേജ് സാലറി മേടിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് പേ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലോട്ട് മാറ്റി. ഈ വലിയ എമൗണ്ടില്ല എന്ന് പറയുമ്പോൾ അഫ്സൽ ഇവിടെ ഇരിപ്പുണ്ട്, ദിൽഷാണ്ട് ഓർക്ക് സംശയം. ഇനിയിപ്പോൾ വലിയ ഫീസ് തന്നെ നമ്മൾ എക്സ്പെൻസീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസീവ് തന്നെയാണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഒരു ആവറേജ് ഒരു നല്ല സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന പ്രോഗ്രാം തന്നെയാണ്. അല്ല ചീപ്പ് പ്രോഗ്രാം ഒന്നല്ല. ചീപ്പ് പ്രോഗ്രാമുകൾ ഒരുപാട് നാട്ടിൽ കിട്ടാണ്ട്, അതല്ല, എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ നല്ലൊരു 5 lakh 4 lakh ആവറേജ് സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ടോട്ട് മാറ്റി സെറ്റ് ചെയ്ത് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ ദിൽഷാനൊരു സംശയം, ഇത്രയും പറഞ്ഞിട്ട് ഫീസ് പറഞ്ഞൂടെ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു റേഞ്ച് പറഞ്ഞത്, അതായത് ഒരു 4,000 രൂപ മുതൽ 6,000 വരെ, അത് നിങ്ങൾ അടയ്ക്കുന്ന രീതിക്ക് അനുസരിച്ച്, ഇപ്പോൾ എത്ര മാസത്തെ തവണയൊക്കെയാണ് എടുക്കുന്നതിനനുസരിച്ച് ഒരു 4,000 രൂപ മുതൽ 6,000 വരെ മാസം ഒരു അടയ്ക്കുന്ന മോഡലിലുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതും ജോലി കിട്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക. ഇവിടെ കാണിക്കുന്ന നമ്പറും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും. കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ വീണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന പീർ പ്രഷറും സോഷ്യൽ പ്രഷറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും. പക്ഷേ അത് നമ്മൾ ഓൺലൈനിൽ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞങ്ങൾക്കും ഇത് ഒരു മുന്നിലൊരു ഫാക്റ്റ് വെച്ചിട്ട് പറയാൻ പറ്റുന്ന നമ്പേഴ്സും കാര്യങ്ങളില്ല. ഞങ്ങൾ പണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് റിമോട്ടായിട്ട് ഇരിക്കുന്ന രീതിയിൽ. പക്ഷേ ഇത്ര സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വർക്ക് സ്റ്റേഷനും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന മോഡലൊന്നും അല്ലായിരുന്നു. എങ്ങനെ വേണം വർക്ക് ചെയ്യാന്നുള്ള മോഡലായിരുന്നു. അവിടെ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓഫ്ലൈൻ പരിപാടി മാത്രമായിട്ട് തന്നെ കൊണ്ടുവന്നത്. പക്ഷേ ഈ കുറച്ചുകൂടി സ്ട്രിക്റ്റ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കുറച്ച് പേർക്കേലും സക്സസിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ വരുന്ന 100 പേര് വന്നു കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ക്യാമ്പസിൽ നിന്ന് 100 പേര് വന്നു കഴിഞ്ഞാൽ 50 പേരെങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ, ക്വാളിറ്റിയോടെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ 5 to 6% ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫാക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് പരീക്ഷിക്കുന്നത്. സോ ആൾക്കാർ, റെഡി ആയിട്ടുള്ള ആൾക്കാർ കടന്നു വരിക, വന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് എത്ര പേരും എത്ര പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. 1-2 ബാച്ചുകൾ കഴിയുമ്പോൾ ഇതിൻ്റെ എന്താണ് റേറ്റ്, റേഷ്യോ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സാലറി റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു ബ്രോ ക്യാമ്പിലെ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു 5 lakh ആവറേജ് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. വിദേശത്താകുമ്പോൾ നല്ല സാലറിയിലോട്ട് പോകാൻ പറ്റും. സോ ട്രൈ ഔട്ട് ചെയ്തൊക്കെ വരുന്ന ആൾക്കാർ, പ്രോഗ്രാം താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഇതിന് താഴെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഫില്ല് ചെയ്യുക, എൻക്വയറി എടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എല്ലാം ക്ലിയറായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. മറ്റുള്ള ശത്രുക്കളും ചോദിച്ച് മനസ്സിലാക്കുക. അടുത്ത വീഡിയോ ഉണ്ടായിക്കോളൂ.